ചേട്ടാ, തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ക്രമക്കേടുകൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ശാസ്തമംഗലം സ്വദേശിയായിരുന്ന അദ്ദേഹത്തിന്റെ ഡ്രൈവർ വോട്ട് രേഖപ്പെടുത്തിയത് തൃശ്ശൂരാണ്. അതോടൊപ്പം തന്നെ RSS നേതാവ് ഷാജി നമ്മുടെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതായി കണ്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെ നോക്കിക്കാണുന്നു BJP തൃശ്ശൂർ നേടിയ വിജയം എന്ന് പറയുന്നത്? അത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി നേടിയ വിജയമാണ് എന്നുള്ളത് അംഗീകരിക്കുന്നുണ്ടോ? തീർച്ചയായും രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വലിയ വാർത്താ സമ്മേളനം നടത്തി ചില തെളിവുകളെല്ലാം പുറത്തുവിട്ടു. കർണാടകയിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റു ചില സംസ്ഥാനങ്ങളിലെ വിശദാംശങ്ങൾ ഒഡീഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ഒഡീഷ PCC പ്രസിഡന്റ് പറയുന്നു. ഛത്തീസ്ഗഡിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ 2 ദിവസമായി ദൃശ്യമാധ്യമങ്ങൾ ചില തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്ന വാർത്ത, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി താമര വിരിഞ്ഞത്, അല്ലെങ്കിൽ BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞത് ഈ കഴിഞ്ഞ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അവിടെ സുരേഷ് ഗോപി, BJP വലിയ പ്രതീക്ഷ അർപ്പിച്ച മണ്ഡലത്തിൽ സുരേഷ് ഗോപി ഏകദേശം 75,000-ഓളം വോട്ടിനാണ് ഇടതു വലതു മുന്നണികളെ പരാജയപ്പെടുത്തിയത്. അല്ല, അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗുരുവായൂർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും BJP വൻ ലീഡ്. ഞാൻ അതിലേക്ക് എത്തുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് എല്ലാ മണ്ഡലങ്ങളിലും വ്യാപകമായിട്ടുള്ള മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി ലീഡ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം തൃശ്ശൂരിൽ ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക പ്രവർത്തനം എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലാണ്. തൃശ്ശൂരിൽ അന്നത്തെ BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അതായത് 65,000-ഓളം പുതിയ വോട്ടുകൾ ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. LDFനോ UDFനോ അത്തരത്തിൽ ഒരു അവകാശവാദമില്ലായിരുന്നു. സ്വാഭാവികമായും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ എന്നും മുൻപന്തിയിലുണ്ടാവുക ഇടതുമുന്നണിയാണ്. 2ാം സ്ഥാനത്താണ് BJP. പക്ഷേ കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ 65,000-ഓളം പുതിയ വോട്ടുകൾ ചേർത്തെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അവകാശവാദം ഉന്നയിക്കുന്നു. ഈ 65,000 വോട്ടുകൾ ചേർത്തപ്പോൾ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത് 65,000 വോട്ട് ചേർത്തതിൽ ഭൂരിഭാഗവും 65,000 വോട്ട് BJP മാത്രം ചേർത്തിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും 45-നും 60-നും വയസ്സിനിടയിലുള്ള ആളുകളുടെ വോട്ടുകളാണ്. സാധാരണ പുതിയ വോട്ടുകൾ ചേർക്കുക എന്ന് പറയുമ്പോൾ 18 വയസ്സ് പൂർത്തീകരിച്ച ആളുകളുടെ വോട്ടുകളാണ്, യുവാക്കളുടെ വോട്ടുകളാണ്. പക്ഷെ തൃശ്ശൂരിൽ അങ്ങനെയല്ല. മധ്യവയസ്കരുടെ വോട്ടുകൾ 65,000 വോട്ട് ചേർത്ത് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും മധ്യവയസ്കരുടെ വോട്ടുകളാണ്. അവിടെയാണ് സംശയം ജനിപ്പിക്കുകയും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തി. ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം അതിന്റെ ഭാഗമായി ചില ലഭിച്ച വിവരങ്ങൾ പ്രകാരം പൂങ്കുന്നത്തെ ഒരു ഫ്ളാറ്റിൽ അടച്ചിട്ട മുറിയിൽ 9 വോട്ടുകൾ. ഇന്നലെ ലഭ്യമായ വിവരപ്രകാരം സുരേഷ് ഗോപിയുടെ ഡ്രൈവറും അദ്ദേഹത്തിന്റെ സന്തത സഹചാരി ശാസ്തമംഗലം സ്വദേശിയായ വ്യക്തി അനിൽകുമാർ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. തൃശ്ശൂരിലെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം താമസിച്ച അപ്പാർട്ട്മെന്റ് ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് വോട്ട് ചേർത്ത. അതോടൊപ്പം തന്നെ RSS നേതാവ് ഷാജിക്ക് തൃശ്ശൂരിൽ വോട്ടുണ്ട്. അദ്ദേഹം തൃശ്ശൂരിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത മണ്ഡലമായ ആലത്തൂരിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് 6 മാസക്കാലം അളവിൽ 6 മാസത്തിൽ കൂടുതൽ കാലമായി താമസിക്കുന്ന ആളായിരിക്കണം. എങ്ങനെ ഈ രണ്ടിടത്തും RSS നേതാവ് ഷാജിക്ക് വോട്ടുണ്ട് എന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക്, ശാസ്തമംഗലം സ്വദേശിയായ സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് എങ്ങനെ തൃശ്ശൂരിൽ വോട്ട് വന്നു എന്നൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. പൂങ്കുന്നത്തെ ഫ്ളാറ്റിലെ താമസക്കാർ വോട്ടിന് വേണ്ടി പേര് ചേർത്ത 9 പേർ എവിടെ എന്ന ചോദ്യം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മറ്റിതേ സമാനമായ തരത്തിൽ എവിടെയെല്ലാം വോട്ട് ചേർത്തിട്ടുണ്ട് എന്ന ചോദ്യമാണ് കോൺഗ്രസും ഇടതുമുന്നണിയും ഉന്നയിക്കുന്നത്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്നുള്ളത് ഇതെല്ലാം നോക്കി തിട്ടപ്പെടുത്തേണ്ടത് സംസ്ഥാനത്തിന്റെ റവന്യൂ വകുപ്പാണല്ലോ. അപ്പോൾ റവന്യൂ വകുപ്പ്, ഈ പറയുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും റവന്യൂ വകുപ്പും ഇതെല്ലാം നോക്കി ചിട്ടപ്പെടുത്താതെ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് നമുക്ക് വിലയിരുത്തപ്പെടേണ്ടി വരും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് അത് മാത്രമല്ല, നമ്മുടെ VS സുനിൽകുമാറിനെ അദ്ദേഹത്തിന് വോട്ടുള്ളത് അന്തിക്കാട് ബൂത്തിലാണ്. അദ്ദേഹത്തിന്റെ ബൂത്തിൽ പോലും അദ്ദേഹം പുറകിൽ പോയിരിക്കുന്ന ഒരു ഞാൻ പറയട്ടെ. അതായത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പോലെയുള്ള വലിയ നഗരങ്ങളിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട്
ബൾക്കായി ചേർക്കുമ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരായാലും BJP പ്രവർത്തകരായാലും CPM പ്രവർത്തകരായാലും അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ തിരിച്ചറിയാൻ കഴിയും. വോട്ടർ പട്ടിക പഠിച്ച് കൃത്യമായി ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. പക്ഷേ നഗരപ്രദേശങ്ങളിലെ ഫ്ളാറ്റുകളിൽ എൻ ബ്ലോക്കായി വോട്ട് ചേർക്കുമ്പോൾ അത് ആര് എന്ന് കണ്ടെത്തുന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലേശകരമായ ഒരു ജോലിയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് കൈയൊഴിയാം, പക്ഷേ ഈ സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ അവിടെയാണ് ചോദ്യം വരുന്നത്. വ്യാജരേഖയുണ്ടാക്കിയാണോ ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് എന്ന ചോദ്യമാണ് അവിടെ വരുന്നത്. അത്തരത്തിൽ സംസ്ഥാനത്തിന്റെ ഇലക്ഷൻ കമ്മീഷനും അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും, നമ്മൾ പറയേണ്ടത് സംസ്ഥാന സർക്കാരും ഇത് കണ്ടെത്തുന്നതിൽ, വ്യാജ വോട്ട് കണ്ടെത്തുന്നതിൽ സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ്. ഇതിൽ വ്യാജരേഖ അടക്കം ഉണ്ടാക്കിയിട്ടാണോ ഈ വോട്ട് ചേർത്തത് നമുക്കിപ്പോൾ പൂർണ്ണമായും അത് പറയാൻ കഴിയില്ല. കാരണം ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കണം. കാരണം നമ്മൾ ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനാ സ്ഥാപനത്തിന് ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടോ എന്ന ചർച്ചയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ വോട്ടുകൾ ചേർത്തത് ഏതെങ്കിലും തരത്തിലുള്ള വ്യാജരേഖകൾ ഉപയോഗിച്ചാണോ, ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൽ പുറത്തു വരേണ്ട വസ്തുതയാണ്. പക്ഷേ സുരേഷ് ഗോപിയോടും BJPയോടും കോൺഗ്രസും CPIയും CPMും ചോദിക്കുന്ന ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് വോട്ട് ചെയ്ത വോട്ടർമാർ ഇപ്പോൾ എവിടെ? ശാസ്തമംഗലം സ്വദേശിക്ക് എങ്ങനെ തൃശ്ശൂരിൽ വോട്ട് വന്നു? RSS നേതാവ് ഷാജിക്ക് ചേലക്കരയിലും അതോടൊപ്പം തൃശ്ശൂരിലും എങ്ങനെ വോട്ട് വന്നു? ഇത് പുറത്തു വന്ന വിവരങ്ങൾ മാത്രമാണ്, പുറത്തു വരാത്തതുണ്ടാവും. ഇത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്തേണ്ടത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, തൃശ്ശൂർ ജില്ലാ കളക്ടറാണ്. ഇക്കാര്യത്തിൽ ഇവർക്കാർക്കും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് വലിയ വിവാദം, രാജ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉയരുന്ന പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും തെരുവീലുകളിൽ പോരാടുമ്പോൾ ഇത് സംബന്ധിച്ച മറുപടി പറയേണ്ട പ്രധാനമന്ത്രി മൗനത്തിലാണ്, BJP നേതൃത്വം മൗനത്തിലാണ്. അത് മാത്രമല്ല, കേരളത്തിലേക്ക് വരുമ്പോൾ ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് കേരളത്തിലെ BJP നേതൃത്വമാണ്. കേന്ദ്ര സഹമന്ത്രിയായ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ സുരേഷ് ഗോപിയാണ്. അവരൊന്നും ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായി ഒരു മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. ഇനി ഇത് സംബന്ധിച്ച ഇടതു വലതു മുന്നണി സ്ഥാനാർത്ഥികൾ VS സുനിൽകുമാറും K മുരളീധരനും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ചോദ്യം ചെയ്ത് കോടതിയിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ആ കാര്യത്തിൽ നിയമപരമായി ഏത് നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കുന്നു, എനിക്ക് തോന്നുന്നു ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടൂർ പ്രകാശൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പാർട്ടികളിൽ ബൂത്തിലിരിക്കാൻ പോലും പ്രവർത്തകരില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതും ഈ പറയുന്ന നമുക്കറിയാം, ഈ BJP അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോ പ്രവർത്തകർ ഊർജ്ജമായി പ്രവർത്തിക്കുന്നില്ല എന്നൊരു തോന്നൽ കൂടി തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് അടൂർ പ്രകാശ് പോലുള്ള വ്യക്തികളെല്ലാം തുറന്നു പറയുകയാണ്, പ്രവർത്തകർ വ്യാപകമായി പ്രവർത്തിക്കുന്നില്ല, ബൂത്തിലിരിക്കാൻ പോലും ആളെ കിട്ടാത്ത അവസ്ഥയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ തൃശ്ശൂരും ഉണ്ടായിരുന്നതായിട്ട് അല്ല, അങ്ങനെ ചില കേരളത്തിലെ ചില ഉത്തര മലബാറിലെ ചില ബൂത്തുകളിൽ അത്തരം സാഹചര്യമെല്ലാം ഉണ്ട്. കാരണം കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടം പോലെയുള്ള പഞ്ചായത്തുകളിലൊക്കെ വിരലിൽ എണ്ണാവുന്ന ചില പഞ്ചായത്തുകളിൽ CPM ഒഴികെ മറ്റാർക്കും ബൂത്തിലിരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അടൂർ പ്രകാശ് അതായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ തൃശ്ശൂരിൽ അത്തരത്തിലൊരു സാധ്യതയല്ല ഞാൻ കാണുന്നത്. തൃശ്ശൂരിൽ ഞാൻ കാണുന്ന സാധ്യത അല്ല, തൃശ്ശൂർ പോലത്തെ ഒരു ഭൂരിപക്ഷം നേരിടാൻ കഴിഞ്ഞത് ന്യൂനപക്ഷത്തിന് പ്രാതിനിധ്യമുള്ള ഗുരുവായൂർ മണ്ഡലം അല്ല. ഞാൻ പറഞ്ഞു വരുന്നത് തൃശ്ശൂരിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് BJP അവരുടെ വോട്ടുകൾ ചേർക്കുന്നത്. ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്താൽ കാരണം കൃത്യമായി താമസക്കാർ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾ കഴിയില്ല. കാരണം ഒരു നാട്ടിൻ പ്രദേശമാണെങ്കിൽ അന്തിക്കാട് പോലെ അല്ലെങ്കിൽ ഒല്ലൂര് പോലെ ചുവന്ന മണ്ണ് പോലെയുള്ള ഒരു ഗ്രാമപ്രദേശമാണെങ്കിൽ അപ്പോൾ അത് അംഗീകരിക്കുന്നു. അപ്പൊ ഈ വോട്ട് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചേർക്കുമ്പോൾ നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതിന് വഴിമരുന്ന്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ വ്യാജരേഖ ഉപയോഗപ്പെടുത്തിയിട്ടാണോ തൃശ്ശൂരിൽ? അപ്പോൾ സംസ്ഥാനത്തിന്റെ റവന്യൂ വകുപ്പും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പരാജയമാണ്. ആരോഗ്യ വകുപ്പിനൊപ്പം വിദ്യാഭ്യാസ വകുപ്പിനൊപ്പം റവന്യൂ വകുപ്പും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പരാജയത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതല്ലേ നമുക്ക് ഇതിൽ നിന്ന്. തീർച്ചയായും റവന്യൂ വകുപ്പിന്റെ അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് അറിയാതെ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയില്ല എന്നത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPI ആണ്. CPIയുടെ സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂരിൽ മത്സരിക്കുന്നത്. അവിടെയാണ് വ്യാജരേഖ ചമച്ചാന്നോ വോട്ടുകൾ ചേർത്തത്. റവന്യൂ വകുപ്പ് കൂടി മറുപടി പറയേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ റവന്യൂ വകുപ്പിന് കൃത്യമായ ഉത്തരം വേണം. ഈ ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച കാരണം രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിലെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന് മറുപടി പറയാൻ രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും
സംസ്ഥാന സർക്കാരും എല്ലാവരും ബാധ്യസ്ഥരായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി കൂടി ഈ വിഷയത്തിൽ എത്രയും വേഗത്തിൽ മറുപടി പറയണം. രാജ്യത്തെ ജനങ്ങളോട് പ്രധാനമന്ത്രി മറുപടി പറയണം. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വ്യക്തത വരുത്താൻ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചുപോയ സുരേഷ് ഗോപിയും തയ്യാറാവേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവരുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അല്ല, അതോടൊപ്പം ഞാൻ കരുതുന്നത് ഈ പറയുന്ന CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിന്റെ അനാസ്ഥയെ പറ്റിയിട്ട് ഇന്ന് വാതോരാതെ കരയുന്ന ആ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള VS സുനിൽകുമാറിനെ കൂടിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ, രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല സംസ്ഥാനത്തെ ആ റവന്യൂ വകുപ്പ് പോലും സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ് എന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ കൂടി തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. തീർച്ചയായും അത്തരത്തിൽ കൂടി നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം ഏതെങ്കിലും തരത്തിൽ വ്യാജരേഖ ചമച്ചാണോ വോട്ടുകൾ ചേർത്ത് എന്ന് മറുപടി പറയേണ്ടത് റവന്യൂ വകുപ്പാണ്. ഈ വിഷയത്തിൽ റവന്യൂ വകുപ്പിനെ നയിക്കുന്ന CPIയുടെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരും ഈ വിഷയത്തിൽ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് നാം തുറന്നു സമ്മതിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും